കൊല്ലം ജില്ലയിലെ പോരുവഴി പെരുവരുത്തി മലനട ക്ഷേത്രത്തിനടുത്തുള്ള ഒരു കിടിലൻ ടീ ഷോപ്പാണ്, അല്ലെങ്കിൽ കിടിലൻ ഒരു ഹോട്ടലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളെ ഒരു സ്ഥിരം ഹാങ് ഔട്ട് പ്ലേസ് ആണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങൾ കൂട്ടുകാരോടൊപ്പം ഇവിടെ വന്നിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കാറുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള നിരവധി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പ് കൂടിയാണ്. നിരവധി ചെറുപ്പക്കാരൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് ചെറുപ്പക്കാർ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാറുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചക്കുവള്ളി ജംഗ്ഷനിൽ നിന്ന് മലനടയ്ക്ക് വരുന്നൊരു വഴിയുണ്ട്. അതിൻ്റെ വഴിക്കൊരു തടിമില്ലൊക്കെ കാണാം, അതിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ വഴിയൊക്കെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബിരിയാണിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ബിരിയാണി ഞാൻ ഇവിടുത്തെ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ഈവനിങ് ടൈമിലാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുഡ് ബ്ലോഗാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ, അതായത് വൈകുന്നേരങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥിരം സ്പോട്ടാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നത്. അപ്പം ഞാനുണ്ട്, രതീഷ് ഉണ്ട്, അപ്പു ഉണ്ട്, അമലുണ്ട്. അമലാണ് ക്യാമറ ചെയ്യുന്നത്, അപ്പുവാണ് ലൈറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൂടുള്ള ഐറ്റംസ് ആണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ 2 പൊറോട്ട, പിന്നെ അപ്പു ചപ്പാത്തി, അപ്പു ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമല് ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ 2 ഓംലേറ്റ്, പിന്നെ ഇവിടെ ഗ്രേവി, പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഡിഷ്, അതായത് എനിക്ക് തോന്നുന്നു കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ച് ആളുകൾ ഇവിടെ വരാറുണ്ട്. 10-15 കിലോമീറ്റർ സഞ്ചരിച്ച് വരുന്നത് ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിയാണ്. ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ്. അത് നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അതായത് പിന്നെ ക്യാരറ്റ് ആണെങ്കിലും സവാളയാണെങ്കിലും അതിനോടൊപ്പം തന്നെ എന്താ പറയുക, ഒരു ലെമണൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ്. പിന്നെ ഇന്ന് നമ്മൾ ബീഫ് ഫ്രൈയുടെ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ബീഫ് ഫ്രൈ തീർന്നു പോയി. അതുകൊണ്ട് ബീഫ് ഫ്രൈ ഇന്ന് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് ഫുഡിൻ്റെ ഐറ്റംസ്. പിന്നെ ഇവിടുത്തെ ഒരു പൊറോട്ട എന്ന് പറഞ്ഞാൽ മുരുമുരാന്നിരിക്കും. ഇതാണ് ഇപ്പോഴും കൊണ്ടുവച്ചിട്ട് അല്പസമയമാണ്. സോഫ്റ്റ് ആണ്, പഞ്ഞി പോലെ ഇരിക്കുന്നതല്ലേ, മൽപ്പിടുത്തം ഇതുണ്ടോ, ഇങ്ങനെ പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ എന്താണ് പറയുക ഫുഡ് നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാലേ നമ്മളിത് കഴിക്കുന്നത് ഫ്രൈ ഇല്ലെങ്കിലും നമ്മൾ എടുത്ത് കഴിക്കുന്നതാണ്. വെറുതെ എവിടെയോ പോയിട്ട് ട്രാവൽ ചെയ്തിട്ട് വന്നപ്പോൾ ജസ്റ്റ് ഈ കടയിൽ കയറിയിട്ട് ഒരു ഫുഡ് നമ്മൾ അന്ന് കഴിച്ചെന്താണ്, ഒരു പൊറോട്ടയും ഒരു ഹാഫും കൂടാണ് നമ്മൾ. പിന്നെ മാക്സിമം എത്ര പൊറോട്ട, 4 പൊറോട്ട കഴിച്ച് 2 ഫുള്ളും കഴിച്ചു. പിന്നെ ഇവിടുത്തെ സ്ഥിര കസ്റ്റമറായി മാറി എന്ന് പറയാം. അതന്നെ. അപ്പോൾ എന്തായാലും നാടാ ഇതൊന്ന് ഫ്രൈ ഒന്ന് ഇടുന്നു. ഇതിന്റെ പുറത്താണ് ഈ നാര ഇങ്ങനെ വിഴിഞ്ഞൊഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ടേസ്റ്റ്. അല്പം ഗ്രേവിയുടെ ആണ്, ഗ്രേവിയുടെ ആവശ്യമില്ല. വേറൊരു കറി വേണ്ട. ഓക്കെ. ഇവിടെ പറ്റിയ ഏറ്റവും വലിയ തിരക്ക് ഈ പൊറോട്ടയും പൊടിയും ഒക്കെയാണ്. പൊടിയെന്നൊന്നും പറയാൻ രക്ഷയില്ല, നല്ല നാടൻ രീതിയിലുള്ളതാണ് പൊറോട്ടയാണ്. എനിക്ക് ഞാൻ ഒരു കടകളിലൊക്കെ കയറി കഴിച്ചിട്ടും പൊറോട്ട ഇതേപോലെ ഒരു പൊറോട്ട ഞാൻ അടിപൊളി. നമുക്ക് എത്ര തണുത്ത പൊറോട്ടയാണെന്ന് പറഞ്ഞാലും പഞ്ഞി പോലെ പിച്ചെടുക്കാം. അല്പം പൊറോട്ടയും ചിക്കനോടെ കഴിക്കാൻ പോവാണ്. അടിപൊളി ഒന്നും പറയാനില്ലാത്ത സാധനങ്ങളാണ്. തിനി ടോം ലെമൺ ടീ ട്രെൻഡ് ആക്കിയതിന് ശേഷം നമ്മൾ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ലെമൺ ടീ ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ കടകളിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലെമൺ ടീ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ സ്ഥിരമായി 3 ലെമൺ ടീ ആണ് ഓൾറെഡി പറഞ്ഞത്. ഞാൻ എപ്പോഴേ കുടിച്ചത്. നമ്മൾ ഈ കഴിക്കുന്ന സംഭവം നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങൾ എത്ര വിശ്വസിക്കുമെന്ന് നമുക്കറിയില്ല. നിങ്ങൾ ഒരു നേരം ഇതുവഴി പോവുകയാണെങ്കിൽ അഥവാ ഈ കട തേടി വന്നാലും ഒരു നേരം കഴിക്കണം. കഴിക്കുമ്പോഴേയുള്ള ഇതിലെ ആ ടേസ്റ്റ് ഞങ്ങൾ പറഞ്ഞു തരുന്ന എത്രത്തോളം മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. കഴിക്കണം, ഒരു നേരം കഴിച്ചെങ്കിലേ അത് കറക്റ്റ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മലപ്പുഴ മാർച്ച് 24-ാം തീയതിയാണ്, ഏകദേശം എന്താണ് പറയുക 17-ാം തീയതി കൊടിയേറി 24-ാം തീയതിയാണ്. അപ്പോൾ അതിലേക്ക് ഒരുപാട് ജനങ്ങൾ തീർച്ചയായിട്ടും ആ ടൈമിൽ പല സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ വന്ന് ഹാങ് ഔട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് സന്തോഷത്തോടെ പോകാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. നിങ്ങൾ പിന്നീട് ഫുഡ് കഴിക്കാൻ ഇവിടെ തേടി വരിക. ബീഫ് ഫ്രൈ ഉണ്ട്. ഇപ്പോൾ ബീഫ് ഫ്രൈ വളരെ ടേസ്റ്റിയാണ് ഇവിടുത്തെ ബീഫ് ഫ്രൈ. അതോടൊപ്പം തന്നെ ഇതിൽ ക്യാരറ്റും സവാളയൊക്കെ ഇട്ടാണ് നമുക്ക് നല്ല സൂപ്പർ ബീഫ് ഫ്രൈ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രേവി തന്നിട്ടുണ്ട്. അപ്പോൾ രതീഷ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് ഞാൻ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഓംപ്ലേറ്റ്, ഞാൻ അതിൻ്റെ കൂടെ ഓംപ്ലേറ്റോട് ട്രൈ ചെയ്യാറുണ്ട്. നല്ല അടിപൊളി ഓംപ്ലേറ്റ് ആണ് ഇവിടുത്തെ. അപ്പം പിന്നെ അവിടെ ഒരു കട്ടൻ. ഇത്രയാണ് ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യാറുള്ളത്. നല്ല മുരിഞ്ഞ പൊറോട്ടയും ഇപ്പം ഇയാൾക്കൊരു നല്ലൊരു ബീഫ് കൂടെ എടുത്ത്, നല്ല ബീഫുണ്ട് കണ്ടുകൊണ്ട് നല്ലൊരു ബീഫ് എടുത്ത് നമ്മളിങ്ങനെ ട്രൈ ചെയ്യണം. ഇത് നല്ല
തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചെയ്യുന്ന ബീഫാണ്. തേങ്ങാക്കൊത്തിട്ട് ബീഫിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കുരുമുളകിൻ്റെ ടേസ്റ്റും ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ഒരുമിച്ച് നല്ല ബീഫ് കുറച്ചുകൂടെ സോഫ്റ്റ് കൂടിയാണ് കേട്ടോ. നല്ല നല്ല ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകോടൊപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വലയ സൈഡിൽ കാണുന്നതാണ് ശൂർനാട് പോലീസ് സ്റ്റേഷൻ. ഇവിടെയുള്ള നിരവധി പോലീസുകാർക്ക് നമ്മളെ അറിയാം എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ശൂർനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ചക്കുവള്ളി ജംഗ്ഷനിലേക്ക് എത്തുന്നു. ചക്കുവള്ളി ജംഗ്ഷനിൽ നിന്ന് മലനാട് റൂട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ ഈ കടയുള്ളത്. അപ്പോൾ ആ വഴി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ചക്കുവള്ളി ജംഗ്ഷൻ. ചക്കുവള്ളി ജംഗ്ഷനിൽ നമ്മൾ ഇടത്തോട്ട് തിരിയുന്നു. അപ്പോൾ പള്ളിപ്പാന മലകുട മഹോത്സവം ഒക്കെ നടക്കുന്ന ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു വളവ് വരും. ആ വളവിനോട് ചേർന്നൊരു തടിമില്ലൊക്കെ ഉണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കടയുള്ളത്. അപ്പോൾ അതാ ഇവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട്. വല സൈഡിൽ നമുക്കൊരു മാർ ബസേലിയസ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയാണ് നമ്മുടെ വല സൈഡിൽ കാണുന്നത്. അപ്പോൾ ഈ വളവ് തിരിയുമ്പോഴാണ്, ഇടത്തോട്ടുള്ള വളവ് തിരിയുമ്പോഴാണ് നമ്മുടെ കടയുള്ളത്. ഇതാണ് മലനടയിലേക്ക് ഒരു 3 കിലോമീറ്റർ എന്ന് പറഞ്ഞ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇടത് സൈഡിലേക്ക് തിരിഞ്ഞ് വരികയാണെങ്കിൽ നമ്മുടെ കട എത്തി. നമ്മുടെ കട ഇപ്പോൾ ഇടത് സൈഡിൽ കാണാം. അവിടെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് എന്താണ് പറയുക, ഒരു തടിമില്ലും കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ കട. അവിടെ കാണിച്ചു കൊടുക്കുക രതീഷ്. ആ സൈഡിലോട്ട് കാണിച്ചു. ഇതാണ് നമ്മുടെ കട. നമ്മുടെ കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്.